ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ ഒരു വ്ളോഗെന്ന് പറയുന്നത് നിങ്ങൾ എൻ്റെ തംബ്നെയിലിൽ കണ്ടതുപോലെ ഞാൻ ഇവിടെ ഞങ്ങളുടെ ഈ സ്ഥലത്ത്, അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, എനിക്കൊരു ഡൽഹിക്കാരി ഫ്രണ്ടുണ്ട്, ചേച്ചി. അപ്പം അവർക്ക് ഇവിടെ വേറൊരു ഹൗസുണ്ട്. അതായത് അവർ റെൻറ്റിന് കൊടുത്തേക്കുന്ന ഹൗസായിരുന്നു. ഇപ്പം അങ്ങനെ റെൻറ്റിനിപ്പോൾ ആരുമില്ല കറണ്ട് സിറ്റുവേഷനിൽ. സോ അവിടെ നിന്ന് ഇന്നലെ ഞങ്ങൾ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു ഗൈസ്. പക്ഷെ ഗ്രില്ല് ചെയ്തുകൊണ്ടിരുന്ന് ഞങ്ങൾ കത്തിച്ചുകൊണ്ടിരുന്ന സാധനം ഞങ്ങൾ കെടുത്താതെ ഞങ്ങൾ അകത്ത് പോയി ബാക്കി കാര്യങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഇത് ഭയങ്കരമായിട്ട് കത്തുന്ന കണ്ടുകൊണ്ട് അപ്പുറത്തെ നെയ്ബർ വിചാരിച്ച് ഇവിടെ ആരുമില്ല, ഭൂകമ്പം നടക്കാൻ പോകാമെന്ന് വിചാരിച്ച് അവർ ആ വെള്ളം ഒഴിച്ച് അത് കെടുത്തിക്കളഞ്ഞു. സോ ഞാൻ പകുതി വെച്ചെടുത്ത വ്ളോഗ് ഞാൻ അവിടെ നിർത്തി. എന്നിട്ട് ഞാൻ ഓർത്ത് എന്നാൽ ഇനിയിപ്പോൾ വ്ളോഗൊന്നും എടുക്കണ്ട. അപ്പോഴാണ് കാദംബരിജി എന്നാണ് പേര്, കുക്കൂന്ന് നമുക്ക് വിളിക്കാം, കുക്കൂജി എന്നോട് പറഞ്ഞത് ഇവിടെ ഒരു അടിപൊളി സ്ഥലമുണ്ട്, ലെറ്റ്സ് ഗോ ദെയർ. അപ്പം ഞാൻ ഓർത്ത് വൈ നോട്ട്. അപ്പം നിങ്ങളെ ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചു. സോ ഫസ്റ്റ് നമുക്ക് കാദംബരിജിയെ പരിചയപ്പെടാം. സോ ദിസ് ഈസ് കുക്കൂജി. Welcome to the mountains tree house. ആൻഡ് നിങ്ങൾക്ക് ജർമ്മനിയിലോട്ട് വരാൻ വേണ്ടി താല്പര്യമുണ്ടെങ്കിൽ, അതായത് ബയൺ എന്ന് പറയുന്ന ഒരു അടിപൊളി സ്ഥലമാണ്. അപ്പം ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഞാൻ കാണിച്ചു തരാം നിങ്ങളെ സീനറിയൊക്കെ, ഇവിടെ എന്തൊക്കെ ഉണ്ടെന്നും. ഇവിടെ മറ്റേ ഫാമേഴ്സ് മറ്റേ ഹണി ബീസിന് വേണ്ടിയിട്ട് ഇവരുടെ ഹോണിക് കിസ്ത പറയും, എന്ന് പറയും. അത് നമ്മൾ നമ്മുടെ അവിടുത്തെ തേനീച്ചക്കൂട് പോലെ ഇവർ ഉണ്ടാക്കി കൊടുക്കും ഹണി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതും ഇവിടുത്തെ ട്രീ ഹൗസും എല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പം എനിബഡി ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ജർമ്മനിയിലോട്ട് വരാൻ, എന്നിട്ട് ഇവിടെ സ്റ്റേ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇവരുടെ ഹൗസ് നമുക്ക് സ്വന്തമാണ്. സോ എന്തെങ്കിലും ഒരു ഇച്ചിരി റെൻ്റൊക്കെ കൊടുത്താൽ മതി, മനസ്സിലായോ? അപ്പം എന്തായാലും ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. നമുക്ക് അപ്പോൾ അക്കോമഡേഷനൊക്കെ നമുക്ക് സെറ്റാക്കി തരാം. അക്കോമഡേഷനൊക്കെ നമുക്ക് സെറ്റാക്കി തരാം. സോ ഇനിയിപ്പം ഞാൻ നിങ്ങളെല്ലാവരും കാണിക്കാൻ പോകുന്നത് ഇവിടുത്തെ വ്യൂ ആണ് ഗൈസ്. അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. അതുകൊണ്ടാണ് ഇവിടുത്തെ വീടിനൊക്കെ എന്നാ സുഖമോ, ചുമ്മാ എണീക്കുമ്പോൾ തന്നെ സീനറി മൗണ്ടിലേക്കുള്ളതും. ഇപ്പോൾ ഇവിടെ വിൻ്റർ സമയത്ത് അടിപൊളിയായിരിക്കും. എന്തായാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. സോ ലെറ്റ്സ് ഗോ. ഇതാണ് ഗൈസ് ആ വ്യൂ. നോക്കിക്കേ എന്ത് രസമാണ്. ഇവിടുത്തെ ആൾക്കാരൊക്കെ രാവിലെ എണീറ്റ് കാണുന്ന വ്യൂ ആണിത്. സോ ബ്യൂട്ടിഫുൾ. ആൻഡ് ഇനിയാണ് നിങ്ങളെ ഞാനൊരു കാര്യം കാണിക്കാൻ പോകുന്നത്. ലൈക്ക് ഇവിടെ തന്നെ നിയറായിട്ട് തന്നെ നമുക്ക് ഇവിടെ ഈ ട്രീ ഹൗസ് ഉണ്ട് ഗൈസ്. വലിയൊരു ട്രീ ആണ്, എനിക്ക് ഏത് ട്രീ ആണെന്നൊന്നും അറിയത്തില്ല. അപ്പം ബൗം ഹൗസ്. അപ്പം ഇതുവഴിയാണ് കയറുന്നത്. ഗൈസ് ഇങ്ങനെയാണ്. ഇത് കണ്ടോ, ഭയങ്കര ഓൾഡായിട്ടുള്ള, നമ്മൾ ഈ പാലത്തിൽ കൂടാണ് നടന്ന് വന്നത്. ഭയങ്കര ഓൾഡായിട്ടുള്ളൊരു ട്രീ ആണ്. എന്ത് രസമാണ് നോക്കുക. ഇനിയാണ് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, ബട്ട് ഞാൻ ഇവിടെ നിന്ന് കാണിച്ചു തരാം. ഇതിലാണ് ഇവർ ഹണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ത്തിൻ്റെ പേരാണ് ഹോണിക് കിസ്റ്റ്. അപ്പം ഇതുണ്ടാക്കുന്ന ആൾക്കാർ, അതായത് ഈ ഹണി എടുക്കുന്നതും ഈ മരത്തിൽ കയറി ആ ഹണിയെല്ലാം എടുക്കുന്ന പുള്ളിക്കാരൻ്റെ പേരാണ് ഇംക എന്ന് പറയുന്ന ഒരു സംഭവം. ഇത് ഞാൻ പഠിച്ചതാണ് കേട്ടോ. എൻ്റെ സ്കൂളിൽ ഇപ്പോൾ പിള്ളേർ പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണിത്. അപ്പോൾ അവരുടെ കൂടെ ഇരുന്ന് ഞാൻ പഠിച്ചതാണ്. ഇംക എന്ന് പറയുന്നത് ഇംകർ, IMKER, ഇംകർ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ സൈഡിൽ ഒരു ഫോട്ടോ കൊടുത്തേക്കാം. ഈ പുള്ളിയെ ഇപ്പോൾ കർഷകന്മാർക്ക് ഫാമേഴ്സ് എന്ന് പേരുള്ളതുപോലെ ഈ ഹണിയുടെ കാര്യങ്ങൾ എടുക്കുന്നവർക്കാണ് ഇംകർ എന്ന് പേരുള്ളത്. അപ്പോൾ അവരാണ് ഈ മരത്തിൽ നിന്നും അത് ശേഖരിച്ച് നമ്മൾ ഈ ഒരു കിസ്റ്റയിൽ കൊണ്ടിടും. ഈ കിസ്റ്റയിൽ അവർ ബാക്കി കാര്യങ്ങൾ, അതിൻ്റെ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. ഒരു റാമൻ എന്ന് പറയുന്ന ഒരു ഫ്രെയിം പോലത്തെ ഒരു സംഭവം ഉണ്ട്. അതൊക്കെ ഇങ്ങനെ വെച്ച് പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, ഒരു കിസ്റ്റയിൽ ഒരു ക്യോണിക് കാണും. എനിക്കും അതറിയത്തില്ല. കിങ്ങോ ക്യൂനോ ഉണ്ട്. അതെനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. രാജാവാന്ന് തോന്നുന്നു. അപ്പം ഇതിനകത്ത് ശേഖരിക്കുന്ന ആൾക്കാരുണ്ട്, ക്ലീൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്, നിങ്ങൾക്കറിയാമല്ലോ. അപ്പം
ഇവരിത് ഗവൺമെൻറ്റിനോട് പെർമിഷൻ ചോദിച്ചിട്ട് അവർക്ക് എത്ര ഉണ്ട് 1 2 3 4 5 6 7 പിന്നെ അവിടെ ഉണ്ട് 8 കണ്ട അത്. അപ്പം അവയിങ്ങനെ ശേഖരിച്ച് ഇങ്ങനെ കൊണ്ട് വെക്കും. നല്ല രസമല്ലേ? അപ്പോൾ ഇവർക്ക് കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്കിനും ഹണി ഇങ്ങനെ എടുക്കാം. ഇതിനകത്തുനിന്ന് ഹണി എടുക്കാം. അവർക്ക് പ്രത്യേകതരം ഇതുണ്ട്, ഡ്രസ്സും കാര്യങ്ങളും ഹാറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതെനിക്ക് എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, കടി കിട്ടും. ഇത് നിങ്ങളെ കാണിക്കണം എന്ന് വെച്ചാൽ ഇനി നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇതിൻ്റെ മേളിൽ കയറാം. ഞാൻ ഒടിഞ്ഞ് വീഴുമെന്നോ ഒന്നും എനിക്കറിയത്തില്ല. ബട്ട് can you go upstairs first to make sure that it's not gonna break? Yeah. Please. നമുക്കും ഇപ്പം കാദംബരിജി അകത്തോട്ട് കയറുന്നുണ്ട്. സോ അത് കഴിഞ്ഞ് നമുക്കും ഇപ്പം അകത്തോട്ട് കയറാം, ലൈക്ക് മേളിലോട്ട് കയറാം. യാ I'm also coming. So let me. Ich bin dran jetzt. ഞാൻ കയറുകയാണ് ഗൈസ്. സോ ഞാൻ വരികയാണ് ഗൈസ്. ഇത് അടിപൊളിയാണ്. ഗോഡ്, wow, it's amazing. Look at the scenery guys, that's the thing, you know. Wow. എനിക്ക് എങ്ങനെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയത്തില്ല. ഭയങ്കര അടിപൊളിയാണ് ഗൈസ്. കാരണം ദേ ഇവിടെ ട്രീ ഹൗസ് ഉണ്ട്. ഇപ്പം നമുക്കൊരു പാർട്ടി ആകുമ്പോൾ ലൈക്ക് ഒരു നൈറ്റ് പാർട്ടിയൊക്കെ കൂടണമെങ്കിൽ 2 ബിയർ ബാർബിക്യൂ ചെയ്യണമെങ്കിലൊക്കെ ഇവിടെ വന്നിട്ടിരുന്ന് 2 ബിയറൊക്കെ അടിച്ച് ഇവിടെ ഞാൻ പറഞ്ഞ പിള്ളേരുടെ കാര്യം അല്ലെങ്കിൽ അച്ഛന്മാരുടെ ഒക്കെ കാര്യമാണ് കേട്ടോ ഇവിടുത്തെ. അപ്പം എല്ലാം അഴിച്ച് നല്ല അടിപൊളി സീനറി. ഇവിടെ ഇപ്പം സമ്മറും കൂടെ ആയതുകൊണ്ട് 9 മണി ആയാലും ഇവർക്ക് ഇരുട്ടാകത്തില്ല. എനിക്ക് തോന്നുന്നു ഈ വ്ളോഗ് വേർത്താണ്. കാരണം എനിക്ക് ഇത്രയും നല്ലൊരു സ്ഥലം നിങ്ങളെ കാണിക്കാൻ പറ്റില്ല. പിന്നെ അതുമല്ല, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാം. ഇവിടുത്തെ സീനറിയും അക്കോമഡേഷൻ ഫ്രീ അല്ല, സീനറിയൊക്കെ ഫ്രീ ആണ്. അക്കോമഡേഷനൊക്കെ സെറ്റാക്കാം. നേച്ചറുമായിട്ട് എപ്പോഴും ഇതാകുന്നതാണ് എനിക്കും താല്പര്യം കേട്ടോ. ഇപ്പോൾ ഈ ഹോട്ടലിൽ പോയി നിൽക്കണം അങ്ങനെയൊന്നുമല്ല. ക്രിയേറ്റിവിറ്റി ഉള്ള ഒരു ഇതെന്ന് പറയുന്നത് അത് നേച്ചർ തന്നെയാണ്. കാരണം നേച്ചർ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് പോലെ ബ്യൂട്ടിഫുള്ളായിട്ട് വേറെ ഒന്നുമില്ല അല്ലേ? സോ അതുകൊണ്ട് എനിക്ക് എന്നും അതെന്താണോ ദൈവം എന്താണോ നമുക്ക് വേണ്ടി തന്നിരിക്കുന്നത് അത് കാണാൻ വേണ്ടിയാണ് എനിക്കും ആഗ്രഹം. നമുക്കിവിടെ ഇരിക്കാം, നിൽക്കാം, എണീക്കാം, എല്ലാം like a monkey, you know. Yeah. So നമുക്കിവിടെ തൂങ്ങാം, ഇവിടെ ഇരിക്കാം. ഇവിടെ കൊട്ടയുണ്ട്. കൊട്ട എന്തിനാന്ന് എനിക്ക് അറിയത്തില്ല. But I think it's really old, right? Yeah. Yes. You can make bed and sleep in the night. Relax here. It's Yeah. really nice place. Tree house, you know. Wow. I like it so much. Yeah. In the night we can just get stars and we Yeah. can. Come here. You can explain. It's just near to her house. Most welcome if you guys are in Europe. You can enjoy the views of Alp mountains. There are freshwater lakes, and you guys can stay here in the tree house, just gaze at the stars, enjoy swimming in freshwater Alp lakes. Most welcome. Most welcome To Bavaria. to Bavaria. Herzlich willkommen. So this is the thing, guys. So now we are going to do what's our plan? To some lake we should go. Do you have any lakes near here? Very many. Near? Just by walking distance, yeah. Okay, then maybe 10 or 15 minutes from here we can go to the lake. Yeah. Or you need to go right now at home. Yeah. That's also a big problem. Oh yeah. But you know what? It's not too far, right? No, it's not too far. Okay. Then ഇവിടുന്ന് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് നടക്കാനുള്ളതേ കാണത്തുള്ളൂ. നമ്മളിപ്പോൾ ഒരു ലേക്കിലോട്ട് പോവാണ്. ഇവിടെ തന്നെ അടുത്തുള്ള എന്തായാലും വന്നാലേ ഓർത്തിട്ട് പോകുന്നതാണ്. സോ ലെറ്റ് സീ ഗൈസ്. നമുക്ക് ഇനി ലേക്കിലോട്ട് പോവാം. അതിന് ഇവിടുന്ന് ഇറങ്ങണം ആദ്യം. അതൊരു ബിഗ് ടാസ്ക് ആണെന്ന് തോന്നുന്നു. ലെറ്റ് സീ. ഓക്കെ, യു ഗോ ഫസ്റ്റ്. സോ നമ്മൾ ഇത് താഴോട്ട് ഇറങ്ങണം. താഴോട്ട് ഇറങ്ങി വേണം പോവാൻ. ഞാൻ ഇപ്പോൾ താഴോട്ട് വരുവേ.
ഗൈസ് ഞാൻ താഴോട്ട് ഇറങ്ങാൻ പോവാണ്. ഞാൻ നല്ല നെർവസ് ആണ്. മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ഫാൾ ഡൗൺ. ഹായ് ഗൈസ്, ഞാൻ അങ്ങനെ താഴോട്ട് ഇറങ്ങാൻ പോവാണ്. ഇറ്റ്സ് ലൈക്ക് നല്ല വലിയ സ്ഥലമാണ്. ലൈക്ക് ഞാൻ ടു ബി കെയർഫുൾ. സോ ഗൈസ് ഞാൻ ഇവിടം വരെ എത്തി. കാരണം അതെനിക്ക് കാണിക്കാൻ പറ്റത്തില്ല, എനിക്ക് പേടിയാ. സോ ഞാൻ ഇറങ്ങുകയാണ്. സോ ഗൈസ് ഞാൻ ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഞാൻ അങ്ങനെ അവിടെ നിന്നും ഇവിടെ എത്തി. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയതേ ഇപ്പതേ പാലം കയറാൻ പോവുകയാണ്. പാലം കയറവേ നാരായണ കേറി കഴിയവേ. ഇതാണ് പാലം. ഈ പാലത്തിൽ കൂടെ വേണം നമ്മൾ അങ്ങോട്ട് പോകാൻ. ലെറ്റ്സ് ഗോ. ഇപ്പൊ നമ്മൾ പോകുന്നത് ഒരു ലേക്കിലോട്ടാണ് ഗൈസ്. ഒരു ലേക്ക്, അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് കാണാം. വ്ളോഗ് എടുക്കുമ്പോൾ ഈ പൂ എൻ്റെ അമ്മ കാണുവാണെങ്കിൽ ഉടനെ പറയാം എൻ്റെ തൈ കൊണ്ടുവരാൻ. നല്ല രസമില്ലേ ഗൈസ്? ഭയങ്കര നല്ല അടിപൊളി പൂവുകളൊക്കെ ഇവിടെ ഉണ്ട്. എല്ലാം ഭയങ്കര റെയറായിട്ടുള്ള പൂക്കളാണ്. കാരണം ഭയങ്കര ബ്യൂട്ടിഫുൾ. ഞാൻ ഇവരുടെ വീട് കാണിച്ചു തരാം. ഇതാണ് ഇവരുടെ ഹൗസ്. ഇതാണ് അവരുടെ വീട്. അപ്പം ഞങ്ങൾ പോവാണ് തിരിച്ച്. അപ്പം ഇവിടെ നിന്ന് കണ്ട മൗണ്ടനൊക്കെ കാണിച്ചു തരാം. ഇതാണ് വീട്, ഇതാണ് മൗണ്ടനൊക്കെ കണ്ടോ, ഭയങ്കര അടിപൊളിയല്ലേ. ഇതാണ് ഇവരുടെ ഗാർഡൻ. സൂപ്പർ. ലേക്കിലോട്ട് പോകുന്ന വഴിയാണ് ഗൈസ് ഇത്. ഇതൊരു ചാപ്പൽ ചാപ്പൽ എന്നല്ലേ അതാണ് കണ്ട ഗൈസ്. നമ്മളങ്ങനെ ലേക്കിൽ പോകാനാണ് പ്ലാൻ ചെയ്തത്. നിങ്ങളെല്ലാം ലേക്ക് കാണാൻ വേണ്ടി കാത്തിരിക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ നമ്മളൊരു പ്ലാൻ മാറ്റി. നമ്മളിവിടെ മറ്റേ ഫോൾക്ക് ഫെസ്റ്റ് നടക്കുന്നുണ്ട്, മറ്റേ ബിയർ ഫെസ്റ്റിവൽ. ലൈക്ക് ഒക്ടോബർ ഫെസ്റ്റിൻ്റെ മുൻപായിട്ട്, ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒക്ടോബർ ഫെസ്റ്റിന് മുൻപായിട്ട് എല്ലാ വില്ലേജിലും ഇവർ ഫോൾക്ക് ഫെസ്റ്റ് നടത്തും, ലൈക്ക് ബിയർ ഫെസ്റ്റിവൽ ചെറിയ രീതിയിൽ. അപ്പോൾ ഞങ്ങൾക്ക് നന്നായിട്ട് വിശക്കുന്നുമുണ്ട്. സോ ഞങ്ങൾ ഓർത്ത് ഇത് ഞങ്ങളുടെ വില്ലേജിൽ തന്നെയാണ്. ഞങ്ങളവിടുന്ന് ട്രെയിൻ കയറി, മറ്റേ സ്ഥലത്തുനിന്ന് ട്രെയിൻ കയറി ഇപ്പം ഇവിടെ വന്നേക്കുവാണ്. അപ്പോൾ ലെറ്റ്സ് സീ ഇവിടെ എന്തൊക്കെയുണ്ട് കഴിക്കാൻ കാര്യങ്ങൾ. എനിക്കിത് മാത്രമായിട്ടൊരു വ്ളോഗ് എടുക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഓർത്തു എന്തായാലും ഇറങ്ങിയതല്ലേ ഇപ്പം തന്നെ ഇങ്ങനെ എടുത്തേക്കാന്ന്. സോ അതുകൊണ്ടാണ്. നല്ല വെയിലുണ്ട്, അതാണ് ഒന്നാമത്തെ കാര്യം ലേക്ക് പോകാത്തത്, കാരണം നല്ല വെയിലാണ്. സോ അങ്ങനെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇവിടെ നല്ല റൈഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സോ അങ്ങനെ എന്നാൽ പോകാമെന്ന് ഓർത്തു. ഗൈസ് ദിസ് ഈസ് ഹൗ ഇറ്റ്സ് ലുക്സ് ലൈക്ക്. കണ്ട പിള്ളേരെല്ലാം കളിക്കുന്നതും, പിന്നെ ഇവിടെ പലതരം റൈഡും പലതരം സ്റ്റാളുകളും ഒക്കെ ഉണ്ട് ഇവിടെ നമുക്ക് കളിക്കാൻ പറ്റുന്നത്. സോ ഇതൊക്കെ ഒരു പട്ടിക്കുഞ്ഞ്. ഇവിടെ കാറൊക്കെ ഓടിക്കാം. ഇത് ഞാൻ അന്ന് മറ്റേ വ്ളോഗില്ലേ നമ്മുടെ ഒക്ടോബർ ഫെസ്റ്റിൻ്റെ, ആ വ്ളോഗിനകത്ത് കാണിച്ചതുപോലെ തന്നെ ഉള്ളൂ. പലതരം പിന്നെ കൊച്ചു പിള്ളേർക്ക് കളിക്കാൻ വേണ്ടി ഉള്ള സാധനങ്ങളൊക്കെയാണ് കൂടുതലും. അങ്ങനത്തെ നോക്കട്ടെ, ബർഗർ കഴിക്കാൻ പറ്റിയ സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാം. അതാണ് നമുക്ക് പറ്റിയ സ്ഥലം. സോ ഇവിടെയാണ് മറ്റേ ആ ആൾക്കാരിങ്ങനെ വായിക്കും. ഇവിടാണ് ബിയർ കുടിക്കുന്ന സ്ഥലം. നമുക്ക് എന്തെങ്കിലും ഓർഡർ ചെയ്യാം. അങ്ങനെ ഹെൻഡിൽ ഓർഡർ ചെയ്ത്, ഹെൻഡിലും സാമലും നല്ല വൈബാണ്. നമ്മൾ കഴിക്കാൻ പോവാണ്. ഹെൻഡിൽ വാട്ട് ഈസ് ദിസ്? പൊട്ടറ്റോ സലാഡ് കഴിക്കാം, നമുക്ക് കഴിക്കാം. What do you say?
ഒന്ന് കഴിക്കട്ടെ ഗൈസ്, കഴിച്ചിട്ടൊക്കെ വരാം ഗൈസ്. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി, കുക്കൂജി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. സോ നമ്മളിപ്പോൾ പോകണത് നമ്മൾ We bought something with strawberry. Let me show you. സ്ട്രോബെറിയിൽ ഹിയർ വി ക്യാൻ വെയിറ്റ് ഹിയർ. സണ്ണി there. സ്ട്രോബെറിയിൽ ചോക്ലേറ്റ് Chocolate strawberry. It's so yummy. ലെറ്റ്സ് ട്രൈ. Yeah, you try. Let's try. And Oh my god. yeah, so yummy. Yeah, that's right. Try it. Yeah, let me try it also. It's really tasty, yeah. അപ്പം ഞങ്ങളൊരു നാഹ് സ്പൈസ് കൂടെ കഴിഞ്ഞിട്ട് Let's go from there. ഞങ്ങളിപ്പം തിരിച്ചു പോവാണ്. കഴിഞ്ഞു കഴിച്ചു. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാം അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. അപ്പം നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ദാറ്റ്സ് ഇറ്റ്. സോ അത്രയുള്ള എന്തായാലും ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും